1962 സെപ്റ്റംബർ 21 തീയതിയാണ് ഞാൻ ജനിച്ചത്. സെപ്റ്റംബർ 21 പ്രത്യേകത ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിവസമാണ്. അതുകൊണ്ട് എൻ്റെ ജന്മദിനം എല്ലാ വർഷവും പൊതു അവധിയാണ്. 1962 സെപ്റ്റംബറിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ചൈനയുടെ ആക്രമണം നടക്കുന്ന സമയമായിരുന്നു. ചൈന നേഫയിലും ലഡാക്കിലുമൊക്കെ മുന്നേറുന്നു. ഇന്ത്യൻ സൈന്യം വീരോചിതമായി പിന്മാറുന്നു. ആ സമയത്താണ് ഞാൻ പൂജാതനായത്. അത് യാദൃച്ഛികം എന്നേ പറയാവൂ. പക്ഷേ എന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ മാതാപിതാക്കൾ ഒരു കൊള്ളരായ്മ കാണിച്ചതെന്ന് വെച്ചാൽ, ഈ ജനനത്തീയതി മെയ് 21 പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് രേഖകൾ പ്രകാരം എൻ്റെ ജനനത്തീയതി 1963 മെയ് 21. മകൻ്റെ പ്രായം കുറച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അതിക്രമം ചെയ്തത് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ ജന്മദിനം ഓർമ്മിക്കുന്നത് ബാങ്കിൽ നിന്നൊക്കെ ചില SMS വരും, ഹാപ്പി ബർത്ത്ഡേ എന്ന്. അപ്പോഴാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, രേഖകൾ പ്രകാരം മെയ് 21 ആണല്ലോ എന്ന് ഓർമ്മിക്കും. എൻ്റെ അമ്മയുടെ സ്ഥലം എടപ്പള്ളിക്കടുത്ത് ചേരാനല്ലൂരാണ്. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് ചേരാനല്ലൂർക്കാരനാണ്. ചേരാനല്ലൂരിലും വളരെ പ്രസിദ്ധരായ മറ്റ് പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. കേരള ടൈംസിൻ്റെ പത്രാധിപരായിരുന്ന വെളിപ്പറമ്പിൽ അച്ഛൻ അടക്കം പല പ്രമുഖ വ്യക്തികളും ജനിച്ചിട്ടുള്ള സ്ഥലമാണ് ചേരാനല്ലൂർ. അതൊരു തീരപ്രദേശമാണ്. തീരപ്രദേശത്തുള്ള ഈ പൂഴിമണ്ണാണ് ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. ഫലഭൂയിഷ്ഠത കുറഞ്ഞ ഒരു പ്രദേശമാണ്. തെങ്ങും മറ്റുമൊക്കെയാണ് പ്രധാന കൃഷികൾ. ഒരു ഇടത്തരം നായർ കുടുംബമായിരുന്നു എൻ്റെ അമ്മയുടേത്. അച്ഛൻ്റെ സ്ഥലം ആലുവക്കടുത്ത് ദേശമാണ്. അവിടെ സാമാന്യം ഭൂസ്വത്തുകളുള്ള ഒരു കുടുംബം ആയിരുന്നു അച്ഛൻ്റെ. അച്ഛൻ FACT കമ്പനിയിലെ ഒരു ജീവനക്കാരനും അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയുമായിരുന്നു. അമ്മ ഒരു കോൺഗ്രസ്സുകാരിയും അച്ഛൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു. അച്ഛൻ വലിയ നിരീശ്വരവാദിയും സ്റ്റാലിൻ മീശ വെച്ച ഒരു CPM കാരനായിരുന്നു. അമ്മയാണെങ്കിൽ സാമാന്യ ദൈവവിശ്വാസമുള്ള കൂട്ടത്തിലുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ഇടയിൽ ഒരു സംഘർഷത്തിൽ കൂടിയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലവും കൗമാരവും യൗവനവും ഒക്കെ കഴിച്ചു കൂട്ടിയത്. സ്വാഭാവികമായിട്ട് രണ്ട് ചിന്താധാരകളും എന്നെ സ്വാധീനിക്കുകയും അതിൻ്റെ സംഘർഷങ്ങളും സാധ്യതകളൊക്കെ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയ നിരീക്ഷകരായതിൽ ഈ മാതാപിതാക്കൾ തമ്മിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഇത്തരം വൈരുദ്ധ്യങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. 1967 ഞാൻ സ്കൂളിൽ ചേരേണ്ടിയിരുന്നത്. പക്ഷേ 68 സ്കൂളിൽ ചേർത്ത്. 68 സ്കൂളിൽ ചേരുമ്പോൾ എൻ്റെ ജനനത്തീയതി ഞാൻ പറഞ്ഞല്ലോ, മെയ് 21 എന്ന് എഴുതി ചേർത്തു. സ്കൂളിൽ ചേർത്തു. അന്ന് ചേരാനല്ലൂരിലെ ഗവൺമെൻറ് LP സ്കൂളിലാണ് ചേർന്നത്. ഞാൻ 1-2 ക്ലാസ്സുകൾ ആ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ജാഥ KSUവിൻ്റെ ജാഥയാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ തൊട്ടടുത്ത് അൽ ഫറൂഖ്യ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. എൻ്റെ അമ്മ ആ സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിലെ കുട്ടികൾ KSUക്കാർ നീല കൊടി പിടിച്ച് ജാഥ നയിക്കും. അവരുടെ മുദ്രാവാക്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടി നേതാവേ ധീരതയോടെ നയിച്ചോളൂ എന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് പത്രം വായിക്കുന്ന 1969 69 ഒക്ടോബറിലായിരിക്കണം. അതൊരു മനോരമ പത്രമായിരുന്നു. ആ തലക്കെട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, EMS ഐക്യമുന്നണിയെ കൊന്നു എന്നാണ്. ഞാൻ സത്യമായിട്ട് വിചാരിച്ചത് EMS എന്ന് പറഞ്ഞ ആൾ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അതിന് മുമ്പ് കേട്ടിരുന്നു. വീട്ടിലേക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് സാധാരണമായിരുന്നു. അദ്ദേഹം ഐക്യമുന്നണി എന്ന് പറഞ്ഞ ആരെയോ കൊലപ്പെടുത്തി എന്നാണ്. സത്യത്തിൽ EMSൻ്റെ പ്രവൃത്തി കൊണ്ട് അന്നത്തെ സപ്തകക്ഷി മുന്നണി തകർന്നു എന്നാണ് മനോരമയിലെ ഭാവന കുബേരന്മാരായ പത്രാധിപന്മാർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ പാവപ്പെട്ട ഞാൻ വിചാരിച്ചത് EMS ആരും ഒരാളെ കൊലപ്പെടുത്തി എന്നാണ്. ഏതായാലും അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ പത്രം, ഞാൻ വായിച്ച ആദ്യത്തെ പത്രം. ഈ രാഷ്ട്രീയത്തിൽ എനിക്ക് ചെറുപ്പം തൊട്ടേ താല്പര്യമുണ്ടായിരുന്നു. ഏതാണ്ട് 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ സോവിയറ്റ് യൂണിയൻ എന്താണ്, ചൈന എന്താണ് എന്നൊക്കെ എനിക്കറിയാമായിരുന്നു. കമ്മ്യൂണിസത്തിൽ കൂടി മാത്രമേ ലോകത്തിന് പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടുകാരെല്ലാവരും തന്നെ വലിയ കോൺഗ്രസ്സുകാരാണ്. അച്ഛൻ്റെ വീട്ടിൽ ബഹുഭൂരിപക്ഷ ആളുകളും കോൺഗ്രസ്സുകാരാണ്. അച്ഛൻ മാത്രമേ ആ കൂട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഉണ്ടായിരുന്നു. 1964 അദ്ദേഹം ചെങ്ങമനാട് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. പഞ്ചായത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ മെമ്പർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം മറ്റൊരു പട്ടികജാതിക്കാർക്ക് സംവരണം ചെയ്തത് സീറ്റിൽ ജയിച്ച ഒരാളും മാത്രമേ അന്ന് പഞ്ചായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. അദ്ദേഹം ആ പഞ്ചായത്ത് 16 വർഷം നീണ്ടു. അത് അത്രയും സമയം ഇദ്ദേഹം ഇതിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ പങ്കെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം പഞ്ചായത്തിലേക്ക് ജയിച്ച പല ആളുകളും
ഇതിനിടയിൽ മരണപ്പെട്ടു പോയി. കാരണം എന്ന് വെച്ചാൽ അന്ന് മധ്യവയസ്കരായിരുന്ന ആളുകളൊക്കെ പഞ്ചായത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വൃദ്ധന്മാരായി തീരുകയും ചെറുപ്പക്കാരായിരുന്ന ആളുകൾ മധ്യവയസ്സ് പിന്നിടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ 1969 ചേറാനല്ലൂരിൽ നിന്ന് ദേശത്ത് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് താമസം മാറ്റി. ഞങ്ങളുടെ വീടാണ് ദേശത്തെ ആദ്യത്തെ കോൺക്രീറ്റ് ചെയ്ത വീട്. അതിനു മുമ്പ് കോൺക്രീറ്റ് ചെയ്ത വീടുകളില്ല. അന്ന് വീടുകൾക്ക് ചുറ്റുമതിലില്ല. ആദ്യമായിട്ടൊരു ചുറ്റുമതിലുണ്ടായത് ഞാൻ പഠിച്ച ദേശത്തെ JBS എന്ന് പറഞ്ഞ പള്ളിക്കൂടത്തിലാണ്. അത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വിദ്യാലയമാണ്. അവിടെ പക്ഷേ ചേറാനല്ലൂരിനെ അപേക്ഷിച്ചൊരു വ്യത്യാസം ഉണ്ടായിരുന്നത്, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, വിദ്യാർത്ഥികളൊക്കെ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ താല്പര്യമുള്ളവരാണ്. മിക്കവാറും കുട്ടികൾക്കും ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരായിരുന്നു. 1970 തെരഞ്ഞെടുപ്പ്, 1970 സെപ്റ്റംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയത്തിൻ്റെ മതിലിൽ, ഞാൻ പറഞ്ഞല്ലോ ചുറ്റുമതിലുള്ള ഏക സ്ഥാപനം, ഞങ്ങളുടെ നാട്ടിലെ ഏക കോമ്പൗണ്ട് വാൾ അതാണ്. ആ മതിലിൽ സഖാവ് ഇ ബാലാനന്ദന് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതി വെച്ചിരുന്നു. ആ മതിലെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ 1977 തെരഞ്ഞെടുപ്പ് വരെ അവിടെ തന്നെ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അതിലൊരു വർഗ്ഗവികാരത്തിലും ആകർഷണമായിരുന്നുകൊണ്ട് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ഒരു ആശയം ഞാൻ ഉൾക്കൊണ്ടിരുന്നു. ഒരു ദിവസം ജെസിക ടീച്ചറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, 3ാം ക്ലാസ്സിൽ. ടീച്ചർ കേട്ടെഴുത്തിനുള്ള വാക്കുകൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് ടീച്ചർ വേറെ എന്തോ ജോലിക്ക് വരികയായിരുന്നു. അവർ ഹെഡ് മിസ്ട്രസ് കൂടിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു 2-3 വാക്കുകൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. അപ്പോൾ സ്ലേറ്റിൻ്റെ മറുപുറത്ത് പെൻസിൽ കൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം വരയ്ക്കാൻ ആരംഭിച്ചു. അരിവാളിൻ്റെ പിടി എന്ത് ചെയ്തിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചിത്രം വരയിൽ ഏത് കാലത്തും വളരെ പിന്നോക്കമാണ്. അപ്പോൾ ഈ അരിവാളിൻ്റെ പിടി ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നിരുന്ന ഒരു വിദ്യാർത്ഥി, രാജൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, പുള്ളി വളരെ സൂത്രത്തിൽ ഇത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ടീച്ചർ വന്ന് എന്നെ സ്ലേറ്റ് സഹിതം കൈയോടെ പിടിക്കുകയും അപ്പോൾ തന്നെ 2 അടി പാസ്സാക്കുകയും ചെയ്തു. അടി കൊണ്ടല്ലേ എനിക്ക് വിഷമം തോന്നിയില്ല. ടീച്ചർ പറഞ്ഞു, ഇതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ഈ പ്രായത്തിൽ വേണ്ട, ഒരു 10-20 വയസ്സൊക്കെ ആകട്ടെ, എന്നിട്ട് അച്ഛനെ പോലെ നേതാവായിട്ട് കൊടി പിടിച്ച് ജാഥയ്ക്ക് പോവുകയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്ക് അതിലും വിഷമം തോന്നിയില്ല. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ രാജൻ എന്നെ ടീച്ചർക്ക് ഒറ്റ കൊടുത്തതിൽ എനിക്ക് വലിയ സങ്കടം തോന്നി. സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെട്ടതിന് എനിക്ക് ആദ്യമായിട്ടോ അവസാനമായിട്ടോ അനുഭവിക്കേണ്ടി വന്ന മർദ്ദനം ഇതായിരുന്നു. പിന്നെ ഞാനായിട്ട് നടത്തിയൊരു മർദ്ദനമുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷവും, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ ക്ലാസ്സിൽ ജോർജ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിനോട് അനുഭവമുള്ള ഒരാളാണ്. അദ്ദേഹം ക്ലാസ്സിൽ വെച്ച് ഒരു ഇടവേളയിൽ സഖാവ് ഗൗരിയമ്മയെക്കുറിച്ച് വളരെ ആക്ഷേപകരമായ രീതിയിലൊരു മുദ്രാവാക്യം വിളിച്ചു. ആ സമയത്ത് വളരെ പ്രചാരമുള്ളൊരു മുദ്രാവാക്യമായിരുന്നു. ഇത് കേട്ട് ഞാൻ വളരെ പ്രകോപിതനാവുകയും അപ്പോൾ തന്നെ കൈ ചുരുട്ടി ജോർജിനെ അതിശക്തമായി ഒരു ഇടി വെച്ച് കൊടുക്കുകയും ചെയ്തു. ഇടി ഭയങ്കര ഇടിയായിരുന്നു. ആ ജോർജാണെങ്കിൽ എൻ്റെ അത്ര ഒരു കായബലമുള്ള ആൾ വരുന്നില്ല. ജോർജ് ഇടി കൊണ്ട് നെഞ്ച് പൊത്തിപ്പിടിച്ചു. അപ്പോൾ പക്ഷേ ജോർജ് തിരിച്ചിടിക്കാനുള്ള സാധ്യത കണ്ടിട്ട് ഞാൻ അതിശക്തമായി ഒരു ഇടി കൂടി കൊടുത്തു. ആ 2ാമത്തെ ഇടി കൂടി ജോർജ് നിലത്ത് ഇരുന്നു. ആ സമയത്ത് ഞാൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ജോർജ് പരാതി കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പരാതിപ്പെട്ടില്ല. കാരണം പ്രകോപനമുണ്ടായത് ജോർജിൻ്റെ ഭാഗത്തു നിന്നാണ്. മാത്രമല്ല ഗൗരിയമ്മയെക്കുറിച്ച് വിളിച്ച മുദ്രാവാക്യം അത്രയും ആഭാസകരമായിരുന്നു. ക്ലാസ് ടീച്ചർ K. വർഗീസ് സാറായിരുന്നു. വർഗീസ് സാറ് ഈ മുദ്രാവാക്യം, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, ഈ മുദ്രാവാക്യം ജോർജ് വിളിച്ചു എന്ന് പറഞ്ഞാൽ ജോർജിന് അന്ന് ജോർജിൻ്റെ പണി തീർക്കും എന്നുള്ളതുകൊണ്ട് ജോർജ് പരാതി പറഞ്ഞില്ല, ഞാനും പരാതി പറഞ്ഞില്ല. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. ഇപ്പോഴും എനിക്ക് അതിനൊരു കുറ്റബോധമുണ്ട്. ജോർജ് ഇടയ്ക്കൊരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഞാൻ ജോർജ് ഈ കാര്യം മറന്നുപോയി കാണും. പക്ഷേ എനിക്ക് വളരെ സങ്കടം അന്നും തോന്നുന്നുണ്ട്, ഇന്നും തോന്നുന്നുണ്ട് ജോർജിനെ ഇടിച്ചതിൽ. 1971 ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് AC ജോർജാണ് മൂന്നപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹം ജയിച്ചു. തൊട്ടടുത്ത എറണാകുളം മണ്ഡലത്തിൽ ഹെൻറി ഓസ്റ്റിനാണ് മത്സരിച്ചത്. അദ്ദേഹം ജയിച്ചു. ആ സമയത്തെ മുദ്രാവാക്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സീതാദേവി ലങ്ക മുടിച്ചു, ഇന്ദിരാഗാന്ധി ഇന്ത്യ മുടിച്ചു എന്നായിരുന്നു. പിന്നെ ചെങ്കോട്ടയിലും ചെങ്കൊടിപാറും സുന്ദരയ്യ ഇന്ത്യ ഭരിക്കും എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ആ സമയത്ത് കേട്ടതാണ്. അതിൻ്റെ അടുത്ത വർഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്, ബംഗ്ലാദേശ് യുദ്ധം. അതിനു മുമ്പൊക്കെ തന്നെ ഞാനൊക്കെ പത്രപാരായണം വളരെ സജീവമായി കഴിഞ്ഞു. മാത്രമല്ല ക്ലാസ്സിലെ കുട്ടികളും മിക്കവാറും എല്ലാവരും തന്നെ പത്രം വായിക്കുന്നവരായിരുന്നു. കുട്ടികൾ തമ്മിൽ ഈ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ ചേരി തിരിഞ്ഞുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപിടി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും 4ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടികൾ നിയമസഭാ വാർത്തകളൊക്കെ കൃത്യമായിട്ട് വായിക്കുകയും അതിനെക്കുറിച്ച് തർക്കിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് മറ്റു പത്രങ്ങൾ വായിക്കാൻ തുടങ്ങി. അതിന് മുമ്പ് മാതൃഭൂമി മാത്രമേ പ്രധാനമായിട്ട് വായിച്ചിരുന്നുള്ളൂ. മാതൃഭൂമി, കേരളകൗമുദി. അടുത്തൊരു ചായക്കടയിൽ പോയാൽ കേരളകൗമുദി വായിക്കാം. ബാർബർ ഷാപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തനിനിറം പത്രം വായിക്കാം. ഈ തനിനിറം പത്രം ഇപ്പോൾ ഇല്ല. പണ്ടുണ്ടായിരുന്ന ഒരു വലിയ എരിവും പുളിയും മസാലയും ഒക്കെ ഉള്ളൊരു പത്രമായിരുന്നു.
കലാനിലയം കൃഷ്ണൻ നായരുടെ തനിനിറം പത്രം. അപ്പോൾ ഇങ്ങനെ പല പത്രങ്ങൾ വായിക്കുന്ന സ്വഭാവം ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധം വന്നപ്പോൾ കുട്ടികൾക്ക് വലിയ ആവേശമായി. ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ വഴിയിലിറങ്ങി സമരം ചെയ്തില്ല. പക്ഷേ തൊട്ടടുത്തൊരു UP സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികൾ അധ്യാപകരുടെ നിയന്ത്രണത്തിൽ സ്കൂളിൽ നിന്ന് വലിയൊരു ഘോഷയാത്രയായിട്ട് ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വഴി കൂടി കടന്നുപോയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നത്തെ മുദ്രാവാക്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. പാകിസ്ഥാൻ്റെ വെടിയുണ്ട, ഭാരത മക്കൾക്ക് എള്ളുണ്ട എന്നായിരുന്നു. പിന്നെ ഉണ്ട് യഹ്യ ഖാൻ്റെ മയ്യത്ത് നിക്സൻ്റെ അമ്മയുടെ നെഞ്ചത്ത് എന്നൊക്കെ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ ഈ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ കഴിവും പ്രാപ്തിയും ഉള്ളവരാണ്. ആ സമയത്ത് യുദ്ധം വലിയ ഒരു വികാരമായിട്ട് ജ്വലിച്ച് ഉയരുകയും ജനറൽ സാം മനേക്ഷ ആയിരുന്നു അന്ന് കരസേനാ മേധാവി. അദ്ദേഹത്തിനൊക്കെ വലിയ വലിയ ആരാധക വൃന്ദം നമ്മുടെ നാട്ടിലുണ്ടായി. ഇന്ദിരാഗാന്ധി അതിനുശേഷം ഭാരതരത്നം നേടി. മനേക്ഷയ്ക്ക് ഫീൽഡ് മാർഷലായിട്ട് പ്രൊമോഷൻ കൊടുത്തു. പിന്നെ സിംല കരാറുണ്ടായി. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അങ്ങനെ ദേശം JBSൽ നിന്ന് 4ാം ക്ലാസ് പാസ്സായി. പിന്നെ എവിടെ ചേരും എന്നുള്ളൊരു വിഷയം ഉയർന്നു വന്നു. അപ്പോൾ പരിസരത്ത് പല വിദ്യാലയങ്ങളുണ്ട്. ആലുവ ടൗണിലാണെങ്കിൽ SNDP സ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂളുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ പഠിച്ച ആലുവയിലെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളുണ്ട്. കുറച്ചും കൂടി അപ്പുറത്ത് മാറി ചെങ്ങവനാട് ഗവൺമെൻറ് സ്കൂളുണ്ട്. കുറച്ചുകൂടി വടക്കോട്ട് നീങ്ങിയാൽ അങ്കമാലി സെൻറ്റ് ജോസഫ് ഉണ്ട്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ ചേർത്ത് ഏറ്റവും അടുത്തുള്ള വിദ്യാലയം അത് തന്നെയായിരുന്നു. നെടുമ്പാശ്ശേരിയിലെ മാർ അത്തനേഷ്യസ് ഹൈസ്കൂളിലായിരുന്നു. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും വിദ്യാലയത്തിലാണ് ചേർന്നിരുന്നെങ്കിൽ, മാർ അത്തനേഷ്യസിലല്ലായിരുന്നുവെങ്കിൽ ഞാനിന്നിപ്പോൾ ഈ നിലയിൽ എത്തുമായിരുന്നില്ല. കാരണം എൻ്റെ വിദ്യാഭ്യാസം അതിന് എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവിത വീക്ഷണത്തെയും ഏറ്റവും നിർണായകമായി സ്വാധീനിച്ചത് നെടുമ്പാശ്ശേരി മാർ അത്തനേഷ്യസ് ഹൈസ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, അത് ഈ മലങ്കര സഭയിലെ യാക്കോബായ വിഭാഗത്തിൻ്റെ ഒരു വിദ്യാലയമാണ്. അങ്കമാലി ഭദ്രാസനാധിപനാണ് സ്കൂളിൻ്റെ മാനേജർ. അദ്ദേഹത്തിൻ്റെ പ്രധാന സജീവനായിരുന്ന ഫാദർ ജേക്കബ് മണ്ണാർപ്രായിലാണ് അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ. ഇതിൻ്റെ മാനേജ്മെൻറ്റ് മെത്രാൻ കക്ഷിക്കാരുടെ കയ്യിലും വിദ്യാർത്ഥികളും അധ്യാപകരും ബഹുഭൂരിപക്ഷവും ഭാവ കക്ഷിക്കാരുമായിരുന്നു. അന്ന് ഈ മലങ്കര സഭയിലെ കക്ഷി വഴക്ക് വളരെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്. 1972-ലാണ് ഇത് വീണ്ടും ചൂട് പിടിക്കാൻ തുടങ്ങിയത്. വലിയ ജാഥകൾ നടക്കുന്നു, സമ്മേളനങ്ങൾ നടക്കുന്നു, പരസ്പരമുള്ള കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. ഇതൊക്കെ നെടുമ്പാശ്ശേരി സ്കൂളിനെ അതിശക്തമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. കാരണം വിദ്യാർത്ഥികളിൽ ഒരു 75% ഈ ഭാവകക്ഷിക്കാരാണ്. മാനേജർ മാത്രം മെത്രാൻ കക്ഷിക്കാരനാണ്. മണ്ണാർപ്രായി അച്ഛൻ ഉണ്ട്. അച്ഛൻ്റെ ഭാര്യയാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. ഒരുപക്ഷെ അവരായിരിക്കാം സ്കൂളിലെ ഏക ഓർത്തഡോക്സ് വിഭാഗക്കാരി, മെത്രാൻ കക്ഷിക്കാരി. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഘർഷത്തിൽ കൂടി കടന്നു പോകുന്നു. അത് പിന്നീട് വലിയ ഏറ്റുമുട്ടലിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്ന് ചാടുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സഭാചരിത്രത്തിൽ എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായതും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ടാകുന്നത്? ഇപ്പോൾ ചേരാനെല്ലൂരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ കത്തോലിക്കരെ മാത്രമാണ്, വെൻഡിങ് ഇട്ട ആളുകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തരായ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാകുന്നു. അവരുടെ ഇടയിൽ തന്നെ ഇങ്ങനെ വലിയ ഭിന്നിപ്പുണ്ടെന്നുള്ളത് അത് പലപ്പോഴും ഇങ്ങനെ കോടതി കേസുകളായിട്ടും ശാരീരികമായ സംഘടനകളുമായിട്ടും മാറുന്നു എന്നുള്ളതൊക്കെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ അതിൽ കൂടുതൽ താല്പര്യം എടുക്കുകയും എന്താണ് ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെ കാരണം എന്നും എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. അന്ന് തോമസ് മാർ ദിവന്നാസ്യോസ് എന്ന് പറഞ്ഞ ഒരു മെത്രാനാണ്. അദ്ദേഹത്തെ സിറിയയിൽ നിന്ന് വാഴിച്ച് അങ്കമാലിയിൽ വരുന്നു. അദ്ദേഹം അതിശക്തമായ രീതിയിൽ ആളുകളെ സംഘടിപ്പിക്കുന്നു. ഈ തേഫുലിസ് തിരുമേനിക്ക് എതിരായിട്ട് അദ്ദേഹം വലിയ തോതിൽ പണം പിരിച്ച് കേസ് നടത്തുന്നു. ദിവസവും കേസിനെ സംബന്ധിച്ച വാർത്തകൾ മനോരമയിലും മറ്റു പത്രങ്ങളിലൊക്കെ വരുന്നു. കോടതിയിൽ മെത്രാന്മാരെ വിസ്തരിക്കുന്നതിൻ്റെ വാർത്തകൾ വരുന്നു. അങ്ങനെ ഇത് അടിയന്തരാവസ്ഥ കാലത്തുമൊക്കെ കേസ് നടക്കുന്നുണ്ട്. 1977 ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആലുവയിൽ വലിയ സംഘടന ഉണ്ടാകുന്നു. ഈ ഭാവകക്ഷിയിൽപ്പെട്ട ആളുകളെ പോലീസ് അതിക്രൂരമായ രീതിയിൽ ലാത്തിചാർജ് നടത്തുന്നു. അന്ന് പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്ന PP തങ്കച്ചനെ വഴിയിലിട്ട് തല്ലുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ദിവന്നാസ്യോസ് തിരുമേനി ആലുവ ടൗണിൽ നിരാഹാര സമരം നടത്തുന്നു. ആ നിരാഹാര സമരം മുറുകുന്നതനുസരിച്ച് ഞങ്ങളുടെ സ്കൂളിലൊരു അധ്യാപകനും അതിന് തല്ലുകൊണ്ടിരുന്നു. ഈ ടൂപ്പ് സാർ എന്ന് പറയും. ഈ ലാത്തി ചാർജിൽ അദ്ദേഹത്തിനും പരിക്ക് പറ്റി. അന്നാണ് നെടുമ്പാശ്ശേരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് പഠിപ്പ് മുടക്കി ഒരു പ്രകടനം നടത്തിയത്.
അതിൻ്റെ കാരണം അന്ന് ഹെഡ് മാസ്റ്റർ അച്ഛൻ ലീവായിരുന്നു എന്നുള്ളതും കൂടിയാണ്. ഹെഡ് മാസ്റ്റർ ഉള്ള ദിവസമാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ സമരം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ആ സമരത്തിലും പഠിപ്പ് മുടക്കിലൊക്കെ ഞാൻ വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. കാരണം നമുക്ക് ആകെ പഠിപ്പ് മുടക്കം കിട്ടിയ ഒരേ ഒരു അവസരം അതായിരുന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ വലിയ പഠിപ്പ് മുടക്കുണ്ടാകുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം പരീക്ഷ ആരംഭിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ അന്നത്തെ ദിവനാസ്യോസ് തിരുമേനിയുടെ ഉപവാസ സമരം അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോഴാണ് കെ എം മാണിയുടെ തെരഞ്ഞെടുപ്പ്, പാലായിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് NDP നമ്പൂരിപ്പാട് റദ്ദാക്കിയത്. ആ വാർത്ത അറിഞ്ഞപ്പോൾ നെടുമ്പാശ്ശേരി ഹൈസ്കൂളിലുണ്ടായ ഒരു ആഹ്ലാദ പ്രഹർഷം എത്രയും നമുക്ക് പറയാൻ കഴിയില്ല. സത്യത്തിൽ കെ എം മാണി സാറിനോട് പ്രത്യേകിച്ച് ഒരു വിരോധമില്ലാതെ ഞാനടക്കമുള്ള ആളുകൾ ഇതിൽ വളരെയധികം സന്തോഷിക്കുകയും ഇദ്ദേഹത്തിന് ഇത് കിട്ടേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുകയും വിദ്യാർത്ഥികൾ ഹെഡ് മാസ്റ്റർ അച്ഛൻ്റെ ഒരു ഇഷ്ടക്കേട് പോലും പരിഗണിക്കാതെ വലിയ ഒരു വളരെയധികം മാലപ്പടക്കം മേടിച്ചു കൊടുത്ത് സ്കൂളിൻ്റെ മുറ്റത്തിട്ട് പൊട്ടിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛനത് കണ്ടെങ്കിലും കണ്ടതായിട്ട് ഭാവിച്ചില്ല. കാരണം അന്നത്തെ ഒരു ആഹ്ലാദത്തിൽ അതിനെ വിലക്കേണ്ടതില്ല എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിക്കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഇതിൻ്റെ പല ഘട്ടങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ എന്നെ ഒരു യാക്കോബായ സമുദായക്കാരനായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ സഭയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ കഴിയുമ്പോഴൊക്കെ പങ്കെടുക്കാറുണ്ട്. അന്നത്തെ ദിവനാസ്യോസ് തിരുമേനിയാണ് ഇന്നത്തെ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ. അദ്ദേഹവുമായിട്ടും വളരെ അടുപ്പവും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ വച്ചു പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അത് യാക്കോബായ സഭയുമായിട്ടുള്ള എൻ്റെ ബന്ധം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. നെടുമ്പാശ്ശേരി സ്കൂളിനെ പറ്റി പറഞ്ഞാൽ വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സ്ഥലമാണ് നെടുമ്പാശ്ശേരി. എല്ലാ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയമുണ്ട്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഉണ്ട്. അത് രാഷ്ട്രീയ പ്രബുദ്ധത അവിടെ ശക്തമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഹെഡ് മാസ്റ്റർ ഫാദർ KV തരിയൻ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തോളം പ്രഗത്ഭരായ അധ്യാപകരെ കാണാൻ പ്രയാസമാണ്. അദ്ദേഹം അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. എന്ന് മാത്രമല്ല, വലിയ അച്ചടക്കം നിലനിർത്തണം എന്ന് താല്പര്യപ്പെടുമ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോടായിരുന്നില്ല, നന്നായിട്ട് പ്രസംഗിക്കുന്ന കുട്ടികളോടായിരുന്നു താല്പര്യം. ആ സ്കൂളിലെ ഏറ്റവും വലിയ പ്രസംഗകൻ സുരേഷ് നാരായണൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയായിരുന്നു. നമ്മുടെ CR നീലകണ്ഠൻ്റെ ഒരു കസിനാണ് ഈ സുരേഷിൻ്റെ സഹോദരിയാണ് നമ്മുടെ ജ്യോതി നാരായണൻ എന്ന് പറഞ്ഞ ഒരു എറണാകുളത്ത് ഒരു വലിയ ഫെമിനിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകയും ഒക്കെ ഉണ്ട്. ജ്യോതി എൻ്റെ സഹപാഠിയാണ്. സുരേഷ് എന്നെക്കാൾ 2-3 ക്ലാസ് മുകളിലാണ് പഠിച്ചത്. സുരേഷ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ ഏറ്റവും വലിയ പ്രസംഗകൻ ബഷീറായി, CA മുഹമ്മദ് ബഷീർ. ഈ മുഹമ്മദ് ബഷീർ പിന്നീട് സിമിയിൽ ചേരുകയും ഒരു തീവ്രവാദിയായി മാറുകയും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അതേ ലഷ്കർ ഇ ത്വയ്ബയുടെ സദേൺ ഇന്ത്യയുടെ കമാൻഡറായിട്ട് ഒളിവിൽ കഴിയുകയാണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. അദ്ദേഹം വളരെ കാലമായിട്ട് ഒളിവിൽ കഴിയും. അപ്പോൾ ഇവർ രണ്ടുപേരോട് ഞാൻ എൻ്റെ സീനിയർ ക്ലാസ്സിലുള്ള 2 പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പിന്നെയാണ് ഞങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നെടുമ്പാശ്ശേരി സ്കൂളിൻ്റെ ഒരു പ്രത്യേകത രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ട് എന്നതിന് പുറമെ നല്ല ഒരു ലൈബ്രറി സ്കൂളിലുണ്ടെന്നതാണ്. പല സ്കൂളുകളിൽ ഇപ്പോൾ പോലും ലൈബ്രറി ഇല്ല. നെടുമ്പാശ്ശേരിയിൽ വളരെയധികം പുസ്തകങ്ങളുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ പുസ്തകങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിച്ചിരുന്നു. അത് കുട്ടികൾ വായിക്കണം എന്ന കാര്യത്തിലും ഹെഡ് മാസ്റ്റർക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് പുസ്തകങ്ങൾ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ധാരാളമായിട്ട് കിട്ടുമായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പുസ്തകം ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഉറൂബിൻ്റെ താമരത്തൊപ്പി എന്ന ഒരു കഥാസമാഹാരമാണ്. അത്ഭുതം എന്നേ പറയണ്ടു. അതിൽ 2 കഥകൾ രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ്. ഒന്ന് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെക്കുറിച്ചും മറ്റത് കൊറിയൻ യുദ്ധത്തെക്കുറിച്ചും ഉള്ള കഥകളാണ്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ പുസ്തകം അത് കഥാസമാഹാരം പോലും ഒരു രാഷ്ട്രീയ ചോയുള്ളതായിരുന്നു എന്നുള്ളത് ഇപ്പോഴും കൗതുകരമായിട്ട് തോന്നിക്കുന്നു. പിന്നെ അതിൽ ഓർമ്മയിൽ നെടുമ്പാശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ ഫുട്ബോൾ കളിക്കുന്നു, വോളിബോൾ കളിക്കുന്നു, സ്കൂളിൻ്റെ മുറ്റത്ത് വീണ് കാലിൻ്റെ മുട്ടിൽ 1 ഏക്കർ സ്ഥലത്ത് തൊലി പോകുന്നു. പിന്നെ മുറിഞ്ഞ കാല് നനയാതെ 1.5 മാസം 2 മാസത്തോളം കുളിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നീറുന്ന ഓർമ്മകൾ വേറെയുമുണ്ട്. അധ്യാപകരുടെ നിന്ന് അടി ധാരാളമായിട്ട് വാങ്ങിക്കുന്നു. ഞാൻ സാമാന്യം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നെങ്കിലും കുസൃതി വളരെ കൂടുതലായിരുന്നുകൊണ്ട് എന്നെ പഠിപ്പിക്കാത്ത അധ്യാപകരുടെ നിന്നും അടി മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അധ്യാപകർക്കൊക്കെ ഇപ്പോഴും വലിയ സ്നേഹമാണ്, എനിക്ക് അവരോടും വലിയ സ്നേഹമാണ്. വളരെ സ്നേഹവും വാത്സല്യവും തന്ന ഗുരുക്കന്മാരാണ് നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തീർച്ചയായിട്ടും ഫാദർ KV തരിയൻ തന്നെയായിരുന്നു. അദ്ദേഹം പിന്നീട് കോർ എപ്പിസ്കോപ്പിയായി മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ടൈംസ് ഓഫ് ഇന്ത്യയിലെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, ഒരാൾ ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ വളരെ ഒരു ശ്രേഷ്ഠമായ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ച എത്രയോ തലമുറകളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച ഒരു മഹാനായ അധ്യാപകനായിരുന്നു ഫാദർ KV തരിയൻ. പിന്നെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഓർമ്മകൾ അവിടെയുമുണ്ട്.
ഈ തരിയൻ അച്ഛൻ സ്കൂൾ അസംബ്ലി നടത്തുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലോകത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങൾ, രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ആ അസംബ്ലിയിൽ പരാമർശിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 1972 മ്യൂണിക് ഒളിമ്പിക്സ്. മ്യൂണിക്കിലെ ഒളിമ്പിക്സിൻ്റെ പ്രത്യേകത, ഈ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില തീവ്രവാദികൾ, ബ്ലാക്ക് സെപ്റ്റംബർ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അവർ ഈ ഒളിമ്പിക് ഗ്രാമത്തിൽ അതിക്രമിച്ച് കയറി ഇസ്രയേലി അത്ലറ്റുകളെ കൂട്ടക്കൊല നടത്തി. സ്വാഭാവികമായിട്ടത് വലിയ വാർത്തയായി. അടുത്ത തിങ്കളാഴ്ച അസംബ്ലിയിൽ അച്ഛൻ ഇതിനെക്കുറിച്ച് പരാമർശിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകളും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ വെറും ഒരു കായിക വിനോദമല്ല. ഒളിമ്പിക്സിൻ്റെ പതാകയിൽ കാണുന്ന 5 വൃത്തങ്ങൾ, 5 ചക്രങ്ങൾ, 5 ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഓട്ടവും ചാട്ടവും ജിംനാസ്റ്റിക്സും മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അന്താരാഷ്ട്ര സൗഹൃദവും ലോക സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കായിക മാമാങ്കമാണ്. അവിടെയാണ് ഇതുപോലെ ഒരു വളരെ ബീഭത്സമായ കൊലപാതകം അരങ്ങേറിയിട്ടുള്ളത്. ഇതിൽ നമ്മളെല്ലാവരും ദുഃഖിക്കണം, അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരണം, ഇവരുടെ ആത്മാവിന് വേണ്ടി നമ്മൾ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും 1 മിനിറ്റ് മൗനം ആചരിച്ചു. അതിൻ്റെ അടുത്ത വർഷത്തിലാണ് അറബി ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്നത്. അറബി ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ പത്രം വായിച്ച് വളരെ ത്രില്ലടിച്ചു. അറബികൾ ഇസ്രായേലിൻ്റെ വിമാനം വെടിവെച്ചിടുന്നു, ഇസ്രായേലുകാർ അറബികളുടെ കപ്പൽ മുക്കുന്നു. ഇങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഇത് വായിച്ച് നമ്മളൊക്കെ സന്തോഷം അനുഭവിക്കുകയാണ്. ഇങ്ങനെയുള്ള യുദ്ധം ഒരുപാട് കാലം നീണ്ടു നിൽക്കട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ അന്നത്തെ ആഗ്രഹം. പക്ഷേ അച്ഛൻ അസംബ്ലിയിൽ പറഞ്ഞു, ഈ യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണിയാണ്. ഇങ്ങനെ യുദ്ധം ഉണ്ടാകുന്നത് കൊണ്ട് ലോകത്ത് സമാധാനമില്ലാതാകും. ഇത് ലോകയുദ്ധമായിട്ട് മാറാം. കാരണം അറബി രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് സോവിയറ്റ് യൂണിയനാണ്, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ബ്രിട്ടനും അമേരിക്കയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ നടക്കുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, കുട്ടികളായ നിങ്ങളെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അറബി രാജ്യങ്ങൾ ഇത് കഴിയുമ്പോൾ പെട്രോളിൻ്റെ വില വർദ്ധിപ്പിക്കും. അപ്പോൾ സ്കൂൾ കുട്ടികളുടെ ബസ് കൂലിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ സത്യമായിട്ട് ഭാവിച്ചു. അച്ഛൻ്റെ പ്രവചനം വളരെ ശരിയായിരുന്നു. കാരണം യുദ്ധം കഴിഞ്ഞപ്പോൾ പെട്രോളിൻ്റെ വില ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ഏതാണ്ട് ഇരട്ടിയോ അതിലധികമായിട്ട് വർദ്ധിച്ചു. ബസ് ചാർജ് അടക്കം വർദ്ധിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ വലിയ സംഭവങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ നടന്നിരുന്നു. മറ്റൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, അവരുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നതാണ്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി വളരെ വൈകിയതിന് ശേഷവും അച്ഛൻ റേഡിയോ വെച്ച് വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് ഇന്ദിരാഗാന്ധി തോറ്റ വാർത്ത വന്നപ്പോൾ അദ്ദേഹം ഞാൻ കിടക്കുന്ന മുറിയുടെ ജനലിൽ മുട്ടിയിട്ട് പറഞ്ഞു, ഇന്ദിരാഗാന്ധി തോറ്റുപോയി. ഞാനപ്പം തന്നെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പിന്നെ റേഡിയോ കേൾക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. നേരം വെളുക്കുന്നവരെ വാർത്ത കേട്ടുകൊണ്ടിരുന്നു. നേരം വെളുത്തപ്പോഴത്തേക്കും വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്ത. ഇന്ദിരാഗാന്ധി തോറ്റ സന്തോഷം അധികം നേരത്തേക്ക് നീണ്ടു നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ അധികം വൈകാതെ AKG മരിച്ച വാർത്ത വന്നു.